വണ്ടിയെ പോയപ്പോൾ അദ്ദേഹം വഴിയിൽ നിൽക്കുക, ഇങ്ങനെ ഒരു ഇവിടെ ഒരു ഇതൊക്കെ പാവികളെ രക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു മന്ദമരുതി റാന്നിക്ക് ഇപ്പറയുള്ള മന്ദമരുതി കവലെ കൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പരസ്യോഗം ചെയ്യും. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി അദ്ദേഹത്തെ കാണുവാനൊക്കെ ഇടയായി തീർന്നു. ഈ പ്രായത്തിലും ഞാനൊരു അതിശയോക്തി പറയുകയല്ല, എന്നും കർത്താവിന് വേണ്ടി ട്രാക്ട് കൊടുക്കുകയും, ഇന്ന് എനിക്ക് തോന്നുന്നു കൺവെൻഷൻ ബ്രാസിങ്ങിലൊന്നും അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യത്തില്ല, അവരൊക്കെ സ്റ്റേജിലുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാലും കർത്താവിന്റെ ദാസൻ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നെ സഹായിക്കട്ടെ. തന്റെ മക്കളൊക്കെ ആസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെയാണ്. ദൈവം തലമുറകളെയൊക്കെ മാനിച്ചല്ലോ. വളരെ ഞങ്ങളെ സ്നേഹിക്കുന്ന, വളരെ സപ്പോർട്ട് ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. ഈ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ഒത്തിരി വിശ്വാസമുണ്ട്, ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി ഒത്തിരി പ്രത്യാശയുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം നിലനിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ദിവസങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ പറയും, നമുക്ക് പ്രത്യാശയുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്. സൂം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കടന്നു വരുവാനുള്ള അവസരം ദൈവം നൽകി തന്നതിൽ ഒത്തിരി ഒത്തിരി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. താൻ്റെ ദാസന്മാരെ പ്രിയ പാസ്റ്റർ ലാലു ജിക്ക് പാസ്റ്റർ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കണ്ട കാലം മുതൽ വളരെ സിൻസിയറായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ് പ്രിയ ഷാജി പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള ടാലന്റുകൾ ഷാജി പാസ്റ്റർക്ക് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ വരങ്ങൾ ദൈവം നൽകി കൊടുക്കുന്നത് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അത് സഭയ്ക്ക് പ്രയോജനപ്പെടുവാൻ, പൊതുസഭയ്ക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം വരങ്ങളെ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർക്ക് ദൈവം ദൈവജന ശുശ്രൂഷയ്ക്കും അപ്പോൾ തന്നെ ഗാനങ്ങൾ രചിക്കുവാനും പാടുവാനും അങ്ങനെയുള്ള വരങ്ങൾ ദൈവം കൊടുത്തല്ലോ. ബൈബിൾ സ്കൂളുകളൊക്കെ നടത്തുവാനും അകപ്പെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പ്രിയ ലാലു ജേക്കബ് പാസ്റ്ററും എല്ലാം ചേർത്ത് കരങ്ങൾ കോർത്ത് ഇങ്ങനെ ഇണക്കിപ്പോകുന്ന ഈ മഹത്വമായിട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മളെല്ലാവരും വചനത്തിൻ്റെ ശുശ്രൂഷകരാണ്. വചനത്തിൻ്റെ ശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ വചനം പഠിക്കുന്നവരായതുകൊണ്ട്, വചനം പഠിപ്പിക്കുന്നവരായതുകൊണ്ട്, വചനം പ്രസംഗിക്കുന്നവരായതുകൊണ്ട്, വചനം വ്യാഖ്യാനിക്കുന്നവരായതുകൊണ്ട്, വചനം അനുസരിക്കുന്നവരായതുകൊണ്ട് നമ്മളെല്ലാവരെയും പറയേണ്ടത് വചനത്തിൻ്റെ ശുശ്രൂഷക്കാരെന്നാണ് നമ്മളെ പറയേണ്ടത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ 1970 രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ ദൈവകൃപയിൽ ഇങ്ങനെ വന്നത്. ദൈവം എന്നോട് പറഞ്ഞു, കർത്താവ് ഞാൻ വിശ്വാസസ്നാനം സ്വീകരിച്ചപ്പോൾ തന്നെ 1970 തന്നെ വേലയ്ക്കുള്ള വിളി എനിക്ക് ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക്. അങ്ങനെ വിളിയുണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിച്ചെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇങ്ങനെ സുവിശേഷം പറയാതിരിക്കാൻ വയ്യാത്ത എന്ന് പറഞ്ഞാൽ പറഞ്ഞേ ഒക്കത്തുള്ളൂ, അങ്ങനെ ഒരു നേച്ചറിലേക്ക് ഇങ്ങനെ മാറി. പ്രാക്ടീസ് കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല, പ്രസംഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല, പറയാതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു അനുഭവം ദൈവം തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാൻ പല ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ചർച്ച് കോളിൻ്റെ ബൈബിൾ സ്കൂളിൽ, മുളക്കര ബൈബിൾ സ്കൂളിൻ്റെ രജിസ്ട്രാറായിട്ട് ഇരുന്നിട്ടുണ്ട്. പല ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അവസരത്തിൽ അവരോട് ചോദിക്കുക, എങ്ങനെ വേലയ്ക്ക് നിങ്ങൾക്ക് വിളി കിട്ടിയെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പല നിലകളിൽ പറയും, അതൊക്കെ ശരിയാണ്. ചില ആളുകൾ പറയും പ്രവാചകന്മാരെ സംസാരിച്ചു, അത് ശരിയാണ്. ചില ആളുകൾ പറയും ദർശനത്തിൽ കൂടെ സംസാരിച്ചു, അത് ശരിയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിലൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, എനിക്ക് ഇങ്ങനെ വേല ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല, വേല ചെയ്തേ ഒക്കത്തുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ദൈവം എന്നെ നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും, അത് എനിക്ക് ദൈവം തന്ന ഒരു അനുഭവമാണല്ലോ. അടുത്ത അവസരത്തിൽ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട്
ഈ ആളുകൾ ഇങ്ങനെ ചോദിച്ചു, ആദ്യകാലത്ത് സുവിശേഷ ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിച്ച് ഓർമ്മ എൻ്റെ മനസ്സിലൂടെ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, വചനം പ്രസംഗിക്കുക, വചനം സംസാരിക്കുക. വചനം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വചനം പഠിച്ചേ മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ വചനം പഠിക്കുന്നവരാണ്. പഠിക്കുന്നവരെ അത് പ്രയോഗിക്കുന്നു. വചനം പഠിക്കുന്നവർ അത് പ്രയോഗിക്കുന്നു. പല നിലകളിലാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ദൈവവചനം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്ന് പ്രസംഗശാസ്ത്രം, ഹ്യൂമനിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രസംഗശാസ്ത്രം തന്നെ നമുക്കുണ്ട്. ആ പ്രസംഗശാസ്ത്രത്തിനകത്ത് ആ പ്രസംഗശാസ്ത്രത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പല കൊട്ടേഷനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കേൾക്കാമല്ലോ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹലോ, ഇതുപോലെ തോന്നി, അതുകൊണ്ടാ. ഈ പ്രസംഗശാസ്ത്രത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ കൊട്ടേഷനൊക്കെ പറയും. അപ്പൊ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കൊട്ടേഷനൊക്കെ പറഞ്ഞു. ജോൺ ഹസ് ഇങ്ങനെ പറഞ്ഞു, ജോർജ് മുള്ളർ ഇങ്ങനെ പറഞ്ഞു, വില്യം ടിൻഡെയിൽ ഇങ്ങനെ പറഞ്ഞു, ജോൺ സ്പർജൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു മോഡലിലുള്ള പ്രസംഗം ഇപ്പം സർവ്വസാധാരണമായിട്ട്. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, വചനം പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, ഇടയ്ക്കുള്ള വാക്കുകളൊന്നും പറയാൻ അറിയത്തില്ല. ദൈവം എന്നോട് പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു കാര്യം, അത് 1970 കാര്യമാണ്. മലമണ്ടയില് വെച്ചുച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡിന്റെ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കുഗ്രാമത്തിൽ ഒരു സാധാരണ കൃഷിക്കാരൻ്റെ മകനായിട്ട് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. കൃപയാൽ കർത്താവിനെ കാണുവാൻ ദൈവം ഭാഗ്യം നൽകി തന്നു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, വചനം മാത്രം പറയാൻ പറഞ്ഞു, വചനം പഠിച്ചിട്ട് വചനം പറയാൻ പറഞ്ഞു. അങ്ങനെ പ്രിയമുള്ളവരെ, വചനം മാത്രം, വാക്യങ്ങൾ മാത്രം അങ്ങനെ പറയുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അതാണ് ഞാൻ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നമ്മുടെ തമ്പി പാസ്റ്റർ മരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ തമ്മിലൊരു ഫേസ്ബുക്ക് ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മാത്തുച്ചനെ പണ്ടത്തെ കൃപയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പണ്ടത്തെ കൃപയുണ്ട്. പണ്ടത്തെ കൃപ എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ആ കാര്യം. അങ്ങനെ വാക്യങ്ങൾ പറയാൻ തുടങ്ങിനെ, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്തു. നിങ്ങളുടെ പാപങ്ങൾ കടുചൂപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഭംഗി പോലെയായി തീരും. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അല്ലല്ല, മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യവും പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യമാണ്. എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായി വചനം തന്നെ ചൂടുപോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അപ്പോൾ അഹങ്കാരികളൊക്കെയും ദുഷ്പ്രവർത്തിക്കാനും സകല താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കോപം ശേഷിപ്പിക്കാതെ സകലത്തെ ദഹിപ്പിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഒരിക്കൽ മരിക്കും പിന്നീട്. അങ്ങനെ വാക്യങ്ങൾ മാത്രം 1 മണിക്കൂർ സമയം പറയാൻ എനിക്ക് ദൈവം തമ്പുരാൻ എന്നെ പഠിപ്പിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രസംഗ പരിപാടി എന്ന് പറയുന്നത്. ഒറ്റയാൻ മിഷനായിട്ട് മലകളിലും പർവ്വതങ്ങളിലും വഴിയോരങ്ങളിലും ഇങ്ങനെ നിന്ന് ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ശുശ്രൂഷ കർത്താവ് നൽകി തന്നു. ഒരു വചനത്തിന്റെ ഒരു കോണ് കേട്ടാൽ മതി കേട്ടോ. നമ്മൾ വചനത്തിന്റെ ഒരു ചെറിയ കോണ് കേട്ടാൽ മതി, ഒരു ചെറിയ വിത്ത് വീണാൽ മതി. സ്തോത്രം. ഈ കർത്താവിന്റെ ദാസൻ ലാലു ജേക്കബ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ കൂടുതലും ടൈം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്യങ്ങളിലും നാൽക്കവലുകളിലും തെരുക്കോണുകളിലും യേശുവിനെ ഇങ്ങനെ പ്രസംഗിക്കുവാൻ കൂടുതൽ സമയം എടുക്കുകയാണ്. ട്രാക്റ്റുകൾ കൊടുക്കാൻ ഇന്ന് ഇപ്പോൾ തിരുവല്ലായിൽ ഞങ്ങളൊരു 10-12 പോയി, സഹോദരങ്ങൾ പോയി. വളരെ സുവിശേഷകരുണ്ട്, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്, സുവിശേഷ തൽപരരായിട്ടുള്ള ആളുകൾ. സഭാ വ്യത്യാസമില്ലാതെ ഇങ്ങനെ കൂടി ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ട്രാക്ട് തന്നെ പോകും. ഇന്ന് ഏകദേശം 4200 ട്രാക്റ്റുകൾ ആളുകളുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു, ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്, അവസാനം കാണുകയാണ്. നമ്മൾ ഈ ട്രാക്ട് കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്, അവസാനം കാണുകയാണ്. അപ്പോൾ സുവിശേഷം കൊടുക്കുന്ന ഈ ബുക്ക്ലെറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ബുക്ക്ലെറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വചനം മാത്രം എഴുതിയ, പിന്നെ വചനങ്ങൾ ഏന്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വചനം ഏന്തി പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവവചനം ഏന്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം.
അത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങളൊക്കെയും എഴുതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണുള്ളവരെ ഈ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ ഇത് ചെയ്യാൻ ഒക്കത്തില്ല. ചെയ്യാൻ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ ചെയ്തുകൂടെ? എന്റെ ഒരു ചോദ്യം അതാ. ചെയ്യാൻ സാധിക്കുന്ന ഇടങ്ങളിൽ പല സ്ഥലങ്ങളിലും ദൈവദാസന്മാർക്ക് കൊതിയ ഒരു ട്രാക്ട് കൊടുക്കാൻ, കാരണം ഇപ്പോൾ ഒക്കത്തില്ല. എന്നാൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അതേ ദൈവത്തിന്റെ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദൈവജന ചിന്തകളുടെ ആധികാരികമായിട്ടുള്ള വചനം എന്ന് പറയുന്നത്, വചനം പഠിപ്പിക്കുന്നവരായതുകൊണ്ട്, വചനം അനുസരിക്കുന്നവരായതുകൊണ്ട്, വചനം പ്രസംഗിക്കുന്നവരായതുകൊണ്ട്, വചനത്തിന്റെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബൈബിൾ സ്കൂളിലായതുകൊണ്ട് വചനത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് ഞാൻ പേരിടുകയാണ്. വചനത്തിന്റെ ശുശ്രൂഷകന്മാർ. Thou saith the Lord, യഹോവ ഇപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ദൂതുകൾ, ഒറൈക്കിൾസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദൂതുകൾ പറയുവാൻ ദൈവം നമുക്ക് നൽകി തരുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വചനത്തിന്റെ ശുശ്രൂഷകരെന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു. ആദ്യം മുതൽ കണ്ട സാക്ഷി സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ വചനത്തിന്റെ ശുശ്രൂഷകരായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. വചനത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഞാൻ ഒരു ബൈബിൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ അതിനൊരു മറുപടി പറയേണ്ടിയിരിക്കുന്നു. മിനൂസ് എന്ന് പറയുന്ന ഒരു ലത്തീൻ വാക്കുണ്ട്. മിനൂസ് എന്നുള്ള വാക്കിൽ നിന്നാണ് മിനിസ്റ്റർ എന്നുള്ള വാക്ക് വന്നത്. മിനൂസ് എന്നുള്ള ലത്തീൻ വാക്കിൽ നിന്നാണ് മിനിസ്റ്റർ എന്നുള്ള വാക്ക് വന്നത്. മിനിസ്റ്റർ, മിനൂസ്, ലത്തീൻ വാക്ക് മിനൂസ്. മിനൂസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ മൈനസ് എന്നുള്ള വാക്ക് വന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കുറഞ്ഞത്. മൈനസ് കുറയ്ക്കുന്നത്, കുറഞ്ഞത്. അപ്പോൾ മിനൂസ് എന്നുള്ള വാക്ക് മിനിസ്റ്റർ എന്നും, മിനൂസ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ മൈനസ് എന്നും അങ്ങനെ വരുവാൻ തക്കൊണ്ടമിടിയായി തീരുമ്പോൾ, അതെ, ശുശ്രൂഷ ചെയ്യുന്ന ഒരാള്. കർത്താവ് ശുശ്രൂഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അതെ, ആ വാക്യം എല്ലാവരും ചേർന്നൊന്ന് വായിക്കാൻ നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും വിശുദ്ധ ബൈബിൾ എടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കേണ്ട, എന്നാലും നിങ്ങളെ ചിരിയൊക്കെ അനക്കുന്ന എനിക്ക് കാണാൻ തക്കോണം സാധിക്കും. ഒരാൾ മാത്രം തുറന്ന് പറഞ്ഞാൽ മതി, ബാക്കിയുള്ള ആളുകളെല്ലാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു കർത്താവ് ശുശ്രൂഷനെ കുറിച്ച്, അവൻ എവിടെ ഇരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്, ശുശ്രൂഷക്കാരൻ, വചനത്തിന്റെ ശുശ്രൂഷക്കാരൻ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എന്തെല്ലാം ആയിരിക്കണം, എന്തവന് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ, അതെ, 12-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. 12-ാം അധ്യായത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ തുറന്ന് പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ. വേദപുസ്തകം വായിക്കണ്ട, നിങ്ങളെ കേൾപ്പിക്ക് വായിക്കണ്ട, എന്നാലും നിങ്ങളെ ചിരിയൊക്കെ ഒന്ന് അനക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ നമ്മുടെ പെന്തിക്കോസ്റ്റലിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഷാജി പാസ്റ്റർക്കും ലാലു പാസ്റ്റർക്കും പ്രായമുള്ള പ്രിയപ്പെട്ടവർക്കും ഒക്കെ അറിയാം. ഞാൻ 2 സ്ഥലത്ത് ദൈവവചനം പഠിച്ചതാണ്. 2 സ്ഥലത്ത് പഠിച്ചതാണ്. ഒന്ന് ഞാൻ പഠിച്ചത് കെ എബ്രാം സാർ എന്ന് പറയുന്ന, ഉണ്ണുണി സാർ എന്ന് പറയുന്ന IPCയുടെ സ്ഥാപക പ്രസിഡന്റായിരിക്കുന്ന കെ എബ്രാം സാറ് ജീവിച്ചിരുന്ന അവസരത്തിൽ കുമ്മനാട് ഹെബ്രോനിൽ
ദൈവവചനം പഠിച്ചതാണ്. അദ്ദേഹം അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നില്ലായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ ഈ വരിയായിട്ട് നിൽക്കുമ്പോൾ ആ മഹാനായ ദൈവദാസൻ വത്സൻ അബ്രഹാമിൻ്റെ വല്യപ്പച്ചൻ, ടി എസ് അബ്രഹാമിൻ്റെ പിതാവ് കെ അബ്രഹാം സാറ്, അദ്ദേഹം ക്ലാസ് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ബംഗ്ലാവിൽ പോയി നിൽക്കുമ്പോൾ വേദപുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ, അവിടെ പഠിക്കുമ്പോഴും മുളക്കര പഠിക്കുമ്പോഴും മഹാനായ പാസ ടി എം വർഗീസ്, പാസ എം ഇ ചാക്കോ, കാനമച്ചൻ തുടങ്ങിയ ആളുകൾ ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു വചനം പറയുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയണം. തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്നവന് നശിച്ചു നിത്യം പ്രാപിക്കേണ്ടത് ദൈവാന് നൽകുവാൻ തക്ക ലോകത്തെ, ബാക്കി നിങ്ങൾ ചെറിയ നനയ്ക്ക്, ലോകത്തെ സ്നേഹിച്ചു, അങ്ങനെ പറയണം. ഉറക്കെ അങ്ങ് പറയണം. ഉറക്കെ അങ്ങ് പറയണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു സ്റ്റൈലാണ് പെന്തിക്കോസ്തലസത്തിന്. ആ ഒരു സ്റ്റൈലാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുയേശു ഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്നുള്ള വിശ്വാസം എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. തന്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്നവന് നശിച്ചു നിത്യം പ്രാപിക്കുന്ന ദൈവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു ഭാവിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം ധരിക്കും നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇന്നു മുതൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയെ. സ്തോത്രം. സഭായോഗത്തിനിരിക്കുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയെ. വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവിന് മഹത്വം, ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനം പഠിക്കുവാൻ തക്കോണമുള്ള കൃപ കർത്താവ് നൽകി തന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എനിക്ക് തോന്നുന്നു ഇനിയും 10 മിനിറ്റൂടെ 9:45 വരെയാണെന്ന് തോന്നുന്നു. ഓക്കെ, 15 മിനിറ്റിനകം നിർത്താം. മിനൂസ് എന്നുള്ള വാക്ക്, മൈനസ് എന്നുള്ള വാക്ക്, ഇംഗ്ലീഷിൽ മൈനസ് എന്നുള്ള വാക്ക് വന്നത് ശുശ്രൂഷക്കാരൻ എന്താണ്, എങ്ങനെയാണ്, എന്തായിരിക്കണം? അത് യേശു പറഞ്ഞ വചനം ശുശ്രൂഷക്കാരനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ കാണുന്നു. 12-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്ക്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ചെറിയൊരു വിരലെങ്കിലും നിങ്ങൾ അനക്കുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി അനക്കുന്നു, ഒരു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഓരോ സഭയിൽ വന്ന ദൈവദാസന്മാർ സൂക്ഷിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങൾ ഒരാളെ പ്രേരണ, ദൈവവചനം പറയുവാനുള്ള പ്രേരണ നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകളെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങളെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണ്. എന്നെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞു. യേശു എവിടെ പാദങ്ങൾ വെച്ചോ അവിടെയൊക്കെ പാദങ്ങൾ വയ്ക്കുവാൻ. ക്രിസ്തു ഖബർനോമിൽ പാദങ്ങൾ വെച്ചപ്പോൾ അവിടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഉണ്ടായിരുന്നു. യേശു തിബിരിയോസിനക്കരെ പാദങ്ങൾ വെച്ചപ്പോൾ അവിടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഉണ്ടായിരുന്നു. യേശു യെരുശലേമിലൂടെ കടന്നുപോയപ്പോൾ അവിടെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഉണ്ടായിരുന്നു. എവിടൊക്കെ യേശുവിനെ അനുഗമിക്കുമോ ശിഷ്യന്മാരെല്ലാവരും യേശുവിടെ പോയോ അവിടൊക്കെ പോകുവാൻ, യേശു ചെയ്തതുപോലെ ചെയ്യുവാൻ, ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യനും മതി എന്ന് പറയുന്നത് പോലെ ആ നല്ല ഗുരുവിനെ ഫോളോ ചെയ്യുന്ന സകല വിശുദ്ധ ഇവിടെ അനുഗമിക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുക. അനുഗമിക്കട്ടെ. കർത്താവ് എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ പോകണം. കർത്താവ് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ചെയ്യണം. ഹെൻറി സൂസോ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് ഓർമ്മ എൻ്റെ മനസ്സിൽ വരികയാണ്. ഞാൻ സഭാചരിത്രം സഭാവി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഹെൻറി സൂസോ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ 15-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും 15-ാമത്തെ നൂറ്റാണ്ടിൽ വിശുദ്ധന്മാരുണ്ടോ എന്ന്. സഭ സ്ഥാപിച്ചപ്പം മുതൽ ഇന്ന് വരെ സഭ കെട്ടടങ്ങിയിട്ടില്ല. നാമമാത്രമായിട്ടാണെങ്കിലും ഒരു ശേഷിപ്പ്, ഏത് കാലത്തും ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പുണ്ട്. അങ്ങനെയാണ് ദൈവശാസ്ത്രം പറയുന്നത്. സഭ സ്ഥാപിച്ചത് മുതൽ ഇന്ന് വരെ ഇടമുറിയാതെ ദൈവത്തിൻ്റെ സഭയുണ്ട്. ഹെൻറി സൂസോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ.
ഹെൻറി സൂസോ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസനുണ്ടായിരുന്നു. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ദാസനാണ്. അദ്ദേഹം ഒരു ആശ്രമവാസിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആശ്രമത്തിൽ വസിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം രാവിലെ പരപര ഇങ്ങനെ വെളുത്ത് വരുമ്പോൾ, ഇന്നത്തെ പോലെ ലൈറ്റിന്റെ സൗകര്യങ്ങളൊന്നുമില്ല, പരപര വെളുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ, ജർമ്മനിയിലുള്ള അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒരാളെ ഇടിച്ചങ്ങോട്ട് കയറി, ഒരു സ്ത്രീ ഇടിച്ചിങ്ങനെ കയറി കഥ ഇങ്ങനെ തുറന്നിട്ട് ഒരു കൈക്കുഞ്ഞിന് ഈ ദൈവദാസന്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ട് ഇരുട്ടിലേക്ക് മറഞ്ഞു. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഏത് സ്ത്രീയാന്ന് മനസ്സിലായില്ല, ഒരു സ്ത്രീയാന്ന് മനസ്സിലായി. ഒരു കൈക്കുഞ്ഞ് തന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നു. ദേശം മുഴുവനും ഒരു വാർത്ത പരന്നു. എന്താണ് വാർത്ത? ഹെൻറി സൂസോ അശുദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അവിഹിതമായ ബന്ധത്തിൽ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒരു സ്ത്രീ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. ഈ വാർത്ത ഗ്രാമം മുഴുവനും പരന്നു. അദ്ദേഹം മനസ്സാവാച അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, ഒരു കൈക്കുഞ്ഞ് കയ്യിലിരിക്കുന്നു. അപ്പോൾ കർത്താവിനോട് അദ്ദേഹം ചോദിച്ചു, നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? നിങ്ങളായിരുന്നു എന്ത് ചെയ്തേനെ? നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? നമ്മളതിനെന്തെങ്കിലും വഴികളൊക്കെ കണ്ടുപിടിച്ചേനെ, എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേനെ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഇതൊന്നും ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ ആർഗ്യുമെന്റ്സ് ഒക്കെ പറയാമായിരുന്നു. ഈ കർത്താവിൻ്റെ ദാസൻ ഇത് ചരിത്രത്തിന്റെ ഒരു ഭാഗം പറയുക, കഥ പറയല്ല. ആ കുഞ്ഞിനെ കരങ്ങളിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ഹെൻറി സൂസോ എന്ന് പറയുന്ന വിശുദ്ധനായ മനുഷ്യൻ ദൈവത്തോടെ ചോദിച്ചു, വാട്ട് വുഡ് ഡു ജീസസ് ഡു? യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് ആ കുഞ്ഞിന്റെ 2 കവിളത്തും വെച്ചു. യേശു ആയിരുന്നെങ്കിൽ കുഞ്ഞിനെ വലിച്ചെറിയുമായിരുന്നുവോ? യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കർത്താവിന് മഹത്വം. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ, ദാസിമാരെ, കർത്താവിന് മഹത്വം. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ചൗവനക്കാരൻ, കർത്താവിന് മഹത്വം. ഇന്ന് ഞങ്ങൾ ദൈവജനം ബോർഡ് പിടിച്ച് ഇങ്ങനെ തിരുവല്ലയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയായിരുന്നു. പല ആളുകൾ അതുവഴിയെ കടന്നു പോകുന്നുണ്ട്. ചില അവസരങ്ങളിൽ ചില ആളുകൾ നോക്കുമ്പോൾ കവലകളിലൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മദ്യപിച്ച് മതോമത്തന്മാരായി ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി, മദ്യപിച്ചിരിക്കുമ്പോൾ ചില പ്രകടനങ്ങൾ നടത്തുമല്ലോ, പ്രകടനങ്ങളൊക്കെ നടത്തി ഇങ്ങനെ പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രകടനങ്ങൾ നടത്തുക, അവരെ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആളുകൾ ചിരിക്കാറുണ്ട്. ആളുകൾ ഇങ്ങനെ ചിരിക്കും, പരിഹസിക്കും, ചിരിക്കും. എന്നാൽ ഒരു മദ്യപിച്ച ഒരു യൗവനക്കാരൻ ഒരു കവലയിലൂടെ ആടി പോകുമ്പോൾ വാട്ട് വുഡ് ഡു ജീസസ് ഡു? യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു ദൈവത്തിന്റെ ദാസന് ഒരിക്കലും ആ മനുഷ്യനെ പരിഹസിക്കുവാനുള്ള മനസ്സ് വരികയില്ല. എൻ്റെ ദൈവമേ, ആ ചെറുപ്പക്കാരൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന, ഭാരപ്പെടുന്ന ശുശ്രൂഷക്കാർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം ഒരു ചോദ്യം ചോദിക്കുകയാണ്. നാശത്തിലേക്ക് അനേകം ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ബഹുസഹസ്രം ആളുകൾ പോകുമ്പോൾ, നിത്യത അവരുടെ മനസ്സുകളിൽ കുറിക്കുവാൻ, ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആ പ്രയോഗം ഞാൻ പറയട്ടെ, നിത്യത അവരുടെ മനസ്സുകളിൽ കുറിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പല ഗ്രന്ഥങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനം എഴുതിയ ഗ്രന്ഥത്തിൽ ഇങ്ങനൊരു ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ട്. നിത്യത മനസ്സുകളിൽ കുറിക്കുന്നവരാണ് ശുശ്രൂഷകന്മാർ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന് മഹത്വം അർപ്പിക്കാം. നിത്യത നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പതിപ്പിക്കുന്ന, നിത്യത നിങ്ങളുടെ അയൽവാസികളിൽ പതിപ്പിക്കുന്ന, നിത്യത നിങ്ങളുടെ കൂടെ സഹയാത്രികരുടെ മുൻപിൽ പതിപ്പിക്കുന്ന സകലമാന വിശുദ്ധന്മാർക്കായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ ആരുടെ ശുശ്രൂഷക്കാരാണ്? എസ്രായേലിന്റെ പുസ്തകം 5-11 വാക്യത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്നവരുടെ ശുശ്രൂഷക്കാരാകുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ.
സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്നവന് എസ്രായേൽ 11 വാക്യം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരാകുന്നു. നെഞ്ചത്ത് കൈവച്ച് പറയാൻ തക്കോണം സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കർത്താവിന്റെ മഹത്വം, ഞങ്ങൾ ഏതെങ്കിലും അസോസിയേഷന്റെ പ്രസ്ഥാനത്തിന്റെ ശുശ്രൂഷക്കാരല്ല. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരായിരിക്കുന്ന സകലമാന വിശുദ്ധന്മാർക്കായിട്ട് ഞാൻ കർത്താവിന്റെ മഹത്വം ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എന്റെ പിതാവ് മാനിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. എന്റെ പ്രിയമുള്ളവരെ, അടുത്ത അവസരത്തിൽ ഒരു അമ്മച്ചിയുടെ മുമ്പിൽ, ഒരു അമ്മച്ചി, ഒരു ദൈവദാസി, ഒരു അമ്മച്ചിയുടെ മുമ്പിൽ എനിക്ക് തോന്നി ഞാൻ വളരെ ചെറുതാണെന്ന് എനിക്ക് തോന്നി. ഞാനോ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒത്തിരി വർഷങ്ങളൊക്കെ പ്രവർത്തിച്ച ആളാണെങ്കിലും അമ്മച്ചിയുടെ മുമ്പിൽ, അമ്മച്ചിയുടെ ശുശ്രൂഷയുടെ മുമ്പിൽ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ വളരെ ചെറുതാണല്ലോ എന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അമ്മച്ചി, കഥ പറയല്ല, കഥയൊന്നും പറയുന്നില്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. ഒരമ്മച്ചി, മലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്മച്ചിയുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അമ്മച്ചിയുടെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കും. ഒരു അമ്മച്ചിയുണ്ട്. 82-83 വയസ്സ് പ്രായമുണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ മക്കള്, ഒരാള് ഓസ്ട്രേലിയയിൽ ഉന്നതമായിട്ടുള്ളൊരു പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഒരാള് ഇവിടെ നമ്മുടെ സായിപ്പിന്റെ ആശുപത്രി ഡോക്ടറായിരുന്നു. ഇപ്പോൾ മിഷൻ ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. മരുമോളും ഡോക്ടറാണ്, മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. വേറൊരാൾ അതുപോലെ ഉന്നതമായിട്ടുള്ള പദവികളുള്ള ഒരു മക്കളാണ് എല്ലാവരും. ഈ അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി. അമ്മച്ചി ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന ഈ അമ്മച്ചിയുടെ ശുശ്രൂഷ കേട്ടപ്പോൾ ഞാൻ അങ്ങ് വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ വളരെ ചെറുതായി പോയി, അമ്മച്ചിയുടെ മുമ്പിൽ ഒന്നുമില്ലെന്ന് ചിന്തിച്ചു. കേട്ടോണേ, എല്ലാ അമ്മച്ചിമാരും കേട്ടോണേ. 82 വയസ്സുള്ള അമ്മച്ചിമാരെ, അതിൽ കുറവ് കൂടുതലുള്ള എല്ലാ അമ്മച്ചിമാരും കേട്ടോണം ഈ അമ്മച്ചി ചെയ്യുന്ന കാര്യം. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാ വേല ചെയ്യുന്നത്? അമ്മച്ചി പറയാ, അമ്മച്ചിക്ക് മക്കളെ എല്ലാവിധമായ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അമ്മച്ചി വീട്ടിൽ ഇരുന്നേച്ചാൽ മതി. വീട്ടിൽ വേലക്കാരുണ്ട്, പിന്നീട് ഡ്രൈവറുണ്ട്. അമ്മച്ചി പറയുന്ന സ്ഥലത്ത് അമ്മച്ചിയെ കൊണ്ടുവിടാനുള്ള സംവിധാനങ്ങളൊക്കെ മക്കള് ചെയ്തിട്ടുണ്ട്. അമ്മച്ചിക്ക് ഒന്നും അല്ലലോ അലിച്ചിലോ ഒന്നും ആവശ്യമില്ല. അമ്മച്ചി അങ്ങനെ എന്ത് വേണേലും എവിടെ വേണേലും അമ്മച്ചി പോകണമെന്നുണ്ടെങ്കിൽ പോയേച്ചാൽ മതി. ഡ്രൈവറുണ്ട്, ഡ്രൈവറുടെ ശമ്പളമൊക്കെ മക്കൾ കൊടുത്തോളും. പിന്നെ എല്ലാവിധമായ കാര്യങ്ങളുണ്ട്, വീട്ടിൽ എല്ലാവിധമായിട്ട് സൗകര്യങ്ങളുണ്ട്. ഈ അമ്മച്ചി ചെയ്യുന്ന സുവിശേഷ വേല കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ എത്രയോ പുറകിലാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. സ്വോത്രം. അമ്മച്ചി ചെയ്യുന്ന സുവിശേഷ വേല കേട്ടോണേ, ഉള്ള ഒരു കാര്യം പറയുകയാണ്. അമ്മച്ചി ചെയ്യുന്ന സുവിശേഷ വേല, അമ്മച്ച മല്ലശ്ശേരി എന്ന് പറയുന്ന, ഇതിപ്പം സത്യമായതുകൊണ്ട് എല്ലാവരും കേട്ടാലും കുഴപ്പമില്ല, റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല. മല്ലശ്ശേരി എന്ന് അമ്മച്ചി കാറയിലെ ഡ്രൈവറോട് പറയും, പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പറയും. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുമ്പോൾ അമ്മച്ചി എന്ത് കൊടുക്കും? ബസ്സേ കയറുക, തിരുവല്ലായിക്കുള്ള ബസ്സേ കയറുക, ട്രാൻസ്പോർട്ട് ബസ്സേ കയറുക. ബസ്സേ കയറുന്നത് എന്തിനാ? തിരുവല്ലായി പോകാൻ വേണ്ടിയല്ല. ബസ്സേ കയറി ഇരിക്കുമ്പോൾ ട്രാക്റ്റ് കൊടുക്കാം, അടുത്തുള്ള ആളുകൾക്ക് ട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി പോകാം. അങ്ങനെ അമ്മച്ചി അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് കറങ്ങി ട്രാക്റ്റ് എല്ലാം കൊടുത്ത് ബസ്സിലിരുന്ന് ട്രാക്റ്റ് കൊടുത്തിട്ട് അമ്മച്ചി പറയുന്ന സമയത്ത് ഡ്രൈവർ വന്ന് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് നിൽക്കുക, അമ്മച്ചി പോകും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ സമയങ്ങൾ ദൈവത്തിന് സ്തോത്രം, നമ്മൾ എത്രയോ സമയങ്ങൾ വേസ്റ്റായിട്ട് കളയുകയാണ്. ആ വേസ്റ്റായിട്ട് കളയുന്ന സമയം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ. ഇന്നത്തെ വചനത്തിൻ്റെ പ്രമേയം വചനത്തിൻ്റെ ശുശ്രൂഷകരെന്നുള്ളതാണ്. വചനത്തിൻ്റെ ശുശ്രൂഷ. വചനം പഠിക്കുന്നവർ വചനത്തിൻ്റെ ശുശ്രൂഷ, വചനം പഠിപ്പിക്കുന്നവർ വചനത്തിൻ്റെ ശുശ്രൂഷ, വചനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ വചനത്തിൻ്റെ ശുശ്രൂഷ, വചനം ബൈബിൾ കോളേജ് നടത്തുന്നവർ വചനത്തിന്റെ ശുശ്രൂഷ, പഠിക്കുന്നവർ വചനത്തിന്റെ ശുശ്രൂഷ. ലൂക്കോസിന്റെ 1:1 കാണുന്നത് പോലെ വചനത്തിന്റെ ശുശ്രൂഷ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിന്റെ പ്രചരണത്തിനായിട്ട്
ഓരോരുത്തർ ചെയ്ത ശുശ്രൂഷകൾ, സഭാചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ദൈവത്തിന് സ്തോത്രം. ജെറോമിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കണമേ. ജോൺ വിക്ലിഫിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കണമേ. വില്യം ടിൻഡെയിലിനെ കുറിച്ചൊന്ന് വായിച്ചു കേൾക്കണമേ. ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ചൊന്ന് വായിച്ചു കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇവരുടെയൊക്കെ പേരുകൾ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ വചനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജെറോമാണ് വേദപുസ്തകത്തെ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത്, ജെറോം എന്ന് പറയുന്ന വിശുദ്ധൻ. ക്രിസ്റ്റോസമാണ് 5-ാമത്തെ നൂറ്റാണ്ടിൽ ഈ പുസ്തകത്തിന് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ, ബിബ്ലിയ, ഗ്രീക്ക് ഭാഷ ബിബ്ലിയ, ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്റ്റോസമാണ്. ക്രിസ്റ്റോസോ എന്ന് പറയും. ഇന്നത്തെ പോലെ ഈ പുസ്തകം അല്ല, ഇന്നത്തെ പോലുള്ള പുസ്തകമല്ല. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചപ്പോൾ മുതലാണ് ഇന്നത്തെ പോലുള്ള വേദപുസ്തകം ഉണ്ടായെന്ന് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. അതിനു മുമ്പുള്ള വേദപുസ്തകം തോൽ ചുരുളുകളിലായിരുന്നു, പാപ്പർസിയുടെ തണ്ടുകളിലായിരുന്നു, തോൽ ചുരുളുകളിലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ദാസൻ ക്രിസ്തോസ്റ്റം ബൈബിൾ എന്ന് വിളിച്ചു. വചനത്തിന്റെ ശുശ്രൂഷ. പിന്നീട് ഇങ്ങനെ വന്നപ്പോൾ കർത്താവിന്റെ ദാസൻ 12-ാമത്തെ നൂറ്റാണ്ടിൽ, കുറിക്കുന്നവർ കുറിച്ചു, 12-ാമത്തെ നൂറ്റാണ്ട് ജോൺ വിക്ലിഫ് എന്ന് പറയുന്ന മഹാനായ ദൈവത്തിന്റെ ദാസൻ, ലോകത്തിന് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ലോകത്തിനുണ്ടായത് വേദപുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ്. ചരിത്രത്തിന്റെ താളുകളിൽ അങ്ങനെ കാണുന്നു. വേദപുസ്തക നിരീക്ഷകർ അങ്ങനെ പറയുന്നു. ലോകത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ അങ്ങനെ പറയുന്നു. വേദപുസ്തകം 12-ാമത്തെ നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതോടെയാണ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ലോകത്തിനുണ്ടായത്. ജോൺ വിക്ലിഫ്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ജെറോമിന്റെ പേര് പറഞ്ഞു, ക്രിസ്റ്റോസത്തിന്റെ പേര് പറഞ്ഞു, ജോൺ വിക്ലിഫിന്റെ പേര് പറഞ്ഞു. ജോൺ വിക്ലിഫ് എന്ന് പറയുന്നത് ഉദയനക്ഷത്രം എന്നാ പറയുന്നത്. അദ്ദേഹം പൂവൻകോഴി എന്ന്, നവീകരണത്തിന്റെ പൂവൻകോഴി എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. നവീകരണത്തിന്റെ പൂവൻകോഴി, അതേ കാഹളം പോലെ നീട്ടി ഊതി. അതിനുശേഷമായിട്ട് ജോൺ വിക്ലിഫിന്റെ കാലം കഴിഞ്ഞിട്ട് വില്യം ടിൻഡെയിൽ, 15-ാമത്തെ നൂറ്റാണ്ടിൽ വില്യം ടിൻഡെയിൽ, അത് കുറിച്ചിട്ടിരിക്കണം. വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ ജോൺ വിക്ലിഫിന് കഴിഞ്ഞിട്ട് വില്യം ടിൻഡെയിൽ 1494 ജനിച്ചത്. 1494. 1536 ഒരു സംഭവം നടന്നു. ആ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. 1536 ഒക്ടോബർ മാസം 6-ാം തീയതി കറക്റ്റ് ഒരു ദിവസം ഉണ്ടായി. 1536 ഒക്ടോബർ 6-ാം തീയതി കർത്താവിന്റെ ദാസൻ വില്യം ടിൻഡെയിൽ വേദപുസ്തകം വിവർത്തനം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ആ കർത്താവിന്റെ ദാസനെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഒരു കുറ്റിയോട് ചേർത്ത് ഇങ്ങനെ ബന്ധിച്ച് ആ കുറ്റിക്ക് ചുറ്റും വിറകഷണങ്ങൾ അടുക്കി വെച്ച് തീ കത്തിച്ച് അദ്ദേഹത്തെ കൊല്ലുകയാണ്. വില്യം ടിൻഡെയിലിനെ വേദപുസ്തകം വിവർത്തനം ചെയ്തതിന് വേണ്ടി, വേദപുസ്തകത്തിന്റെ ശുശ്രൂഷകൻ വേദപുസ്തകം വിവർത്തനം ചെയ്തതിന് വേണ്ടി അന്നത്തെ രാജ്യത്തിന്, അന്നത്തെ സഭയ്ക്ക്, സോക്കോൾഡ് സഭയ്ക്ക് വേദപുസ്തകം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവര് അനുവാദം കൊടുക്കത്തില്ല. എല്ലാവരും വേദപുസ്തകം വായിക്കേണ്ടതെന്നാണ് ആ സഭ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വില്യം ടിൻഡെയിൽ, ജോൺ വിക്ലിഫിന് ശേഷം വില്യം ടിൻഡെയിൽ വേദപുസ്തകം വിവർത്തനം ചെയ്തത് കൊണ്ട് ആ കുറ്റം ആരോപിച്ച്, വേദപുസ്തകം പ്രചരിപ്പിക്കുന്നതിന് കുറ്റം ആരോപിച്ചുകൊണ്ട്, അതേ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന്റെ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ ചില ദൈവദാസന്മാരെ ബൂട്ട്സിട്ട് ചവിട്ടുന്നു, നിലത്തോട് വലിച്ചിഴയ്ക്കുന്നു. കർത്താവിന്റെ മഹത്വം. ജയിലുകളിൽ അവരെ തള്ളുന്നു, നിയമത്തിന്റെ പേരിൽ അവരെ ഉപദ്രവിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ദൈവത്തിന്റെ ദൂതുകൾ നിങ്ങൾ കേൾക്കുന്നത്. എല്ലാവരും ഓർത്തു കൊള്ളണം. ദൈവത്തിന്റെ മഹത്വം. അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് അടിയൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്ലാറ്റ്ഫോമിലൂടെ പഠിപ്പിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ലാലു ജേക്കബ് പാസ്റ്റർ ഇങ്ങനെ വടക്കേ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു.
വില്യം ടിൻഡെയിലിനെ 1536 ഒക്ടോബർ മാസം 6-ാം തീയതി വചനത്തിന്റെ ശുശ്രൂഷകൻ, വചനം വിവർത്തനം ചെയ്തത് കൊണ്ട് വേദപുസ്തകം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്, വേദപുസ്തകത്തിന്റെ കോപ്പികൾ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്, വേദപുസ്തകം പഠിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, വേദപുസ്തകം വിവർത്തനം ചെയ്തൊരു ശുശ്രൂഷയാണ്, അതിനുവേണ്ടി ആവോളം പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭത്തിൽ വില്യം ടിൻഡെയിലിനെ ഒരു തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അനുവാദം തരണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പട്ടാളക്കാർ ചോദിച്ചു, വേദപുസ്തകം വിവർത്തനം ചെയ്യുമോ, വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ അനുസരിച്ച് ശുശ്രൂഷിക്കുമോ? ശുശ്രൂഷിക്കുന്നില്ലെങ്കിൽ ഈ തീക്കുണ്ടം ഇല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞില്ല. ഞാൻ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയമുള്ളവരെ, ടിൻഡെയിൽ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാൻ തീക്കുണ്ടത്തിൽ എന്നെ ഇട്ടാലും ഞാൻ ദൈവത്തെ തള്ളിപ്പറയുകയില്ല. അങ്ങനെ പറയുമ്പോൾ ആ ദൈവത്തിന്റെ ദാസനെ പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാവരും കുറിച്ചിടണം. വില്യം ടിൻഡെയിൽ 1536 പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാവരും കുറിച്ചിടണമെന്ന്, എല്ലാവരും ഓർക്കണമെന്ന്. എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ, തീകൂട്ടത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ദൈവമേ, ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ കണ്ണിനെ തുറക്കണമേ, ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ കണ്ണിനെ തുറക്കണമേ, ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ കണ്ണിനെ തുറക്കണമേ. വില്യം ടിൻഡെയിൽ പ്രാർത്ഥിച്ചു, അഗ്നികുണ്ഡത്തിൽ വലിച്ചെറിഞ്ഞു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടു. ഈ വചനം പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടു. അതിന്റെ ബാക്കി പത്രം എന്താണ്? ചരിത്രത്തിന്റെ താളുകളിലൂടെ പോകൂ. അതിന്റെ ബാക്കി പത്രം ഹെൻറി 7 എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ രാജാവ് ഹെൻറി 7. ചരിത്രത്തിന്റെ താളുകളിലൂടെ ഞാനിപ്പോൾ പോകുകയാണ്. ഹെൻറി 7 വേദപുസ്തകം വിവർത്തനം ചെയ്യുവാനും വേദപുസ്തകം അത് പബ്ലിഷ് ചെയ്യുവാനുള്ള അനുവാദം ഇംഗ്ലണ്ടിന്റെ രാജാവ് ഹെൻറി 7 കൊടുത്തു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് ഹെൻറി 7 അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. ഇംഗ്ലണ്ടിന്റെ രാജാവ് ഹെൻറി 7 കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷമായിട്ട് നടന്ന സംഭവം നമുക്കറിയാം. ആ സംഭവത്തിന്റെ ബാക്കി പത്രമാണ് നമ്മളെല്ലാവരും അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതെങ്ങനെയാണ്? ഹെൻറി 7 വേദപുസ്തകം വിവർത്തനം ചെയ്യുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. വില്യം ടിൻഡെയിലിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹെൻറി 7 വേദപുസ്തകം വിവർത്തനം ചെയ്യുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷമായിട്ടാണ് ജെയിംസ് രാജാവ്, കിങ് ജെയിംസ് എന്ന് പറയുന്ന ബൈബിൾ കോളേജുകളിലും ബൈബിൾ സ്കൂളുകളിലും ബൈബിൾ സെമിനാരികളിലും പഠിക്കുന്ന എല്ലാവരും ഈ ചരിത്രം മനസ്സിലാക്കണം. കിങ് ജെയിംസ്, ഇംഗ്ലണ്ടിന്റെ രാജാവ് ജെയിംസ് എന്ന് പറയുന്ന രാജാവ് 47 പണ്ഡിതന്മാരെ ഇരുത്തി വേദപുസ്തകം, കിങ് ജെയിംസ് വേർഷൻ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകം, വേദപുസ്തകം, ജെയിംസ് രാജാവ് 47 പണ്ഡിതന്മാരെ ഇരുത്തി വേദപുസ്തകം പരിഭാഷപ്പെടുത്തി ട്രാൻസ്ലേറ്റ് ചെയ്തു. വചനത്തിന്റെ ശുശ്രൂഷകന്മാർ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ ബാക്കി പറയുമ്പോൾ എല്ലാവരും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് ഉയർത്തിപ്പിടിക്കണം. വേദപുസ്തകം കൊണ്ടുവന്നവരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മലയാളം വേദപുസ്തകത്തിന്റെ ചരിത്രം പറയാൻ പോവുക. വില്യം ടിൻഡെയിൽ 16-ാമത്തെ നൂറ്റാണ്ടിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ കണ്ണിനെ തുറക്കണമേ. ഹെൻറി 7 കണ്ണുകൾ തുറന്നു. വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അതിനുശേഷം കിങ് ജെയിംസ് എന്ന് പറയുന്ന ജെയിംസ് രാജാവ് 47 പണ്ഡിതന്മാരെ ഇരുത്തി വേദപുസ്തകം പരിഭാഷപ്പെടുത്തി. അതാണ് കിങ് ജെയിംസ് വേർഷൻ. അതിന്റെ മലയാളമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, എന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മലയാളം വേദപുസ്തകം വചനത്തിന്റെ ശുശ്രൂഷകനായ വില്യം ടിൻഡെയിലിന്റെ പ്രാർത്ഥനയുടെ ബാക്കി പത്രമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ വചനത്തിന്റെ ശുശ്രൂഷകരാണെന്ന് പറയുമ്പോൾ
എന്തെല്ലാം ശുശ്രൂഷ നമുക്കുണ്ട്. 2 കൊരിന്ത്യർ 3:6 നമ്മൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണ്. 2 കൊരിന്ത്യർ 3:6 നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷക്കാരാണ്. 2 കൊരിന്ത്യർ 3:9 നമ്മൾ തേജസ്സിന്റെ ശുശ്രൂഷക്കാരാണ്. 2 കൊരിന്ത്യർ 5:18 നമ്മൾ നിരപ്പിന്റെ ശുശ്രൂഷകരാണ്. അപ്പോസ്തല പ്രവൃത്തി 20:24 യേശു തന്ന ശുശ്രൂഷയാണ്. 2 കൊരിന്ത്യർ 11:15 നീതിയുടെ ശുശ്രൂഷയാണ്. നമ്മൾ വചനത്തിന്റെ ശുശ്രൂഷകരാണ്. വചനം പഠിക്കുന്ന നിങ്ങൾ, പഠിപ്പിക്കുന്ന നിങ്ങൾ, അഗപ്പെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന നിങ്ങൾ, പഠിപ്പിക്കുന്ന നിങ്ങൾ, അനുസരിക്കുന്ന നിങ്ങൾ, കാണാതെ പഠിക്കുന്ന നിങ്ങൾ, മറ്റുള്ളവരോട് പറയുന്ന നിങ്ങൾ വചനത്തിന്റെ ശുശ്രൂഷക്കാരാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവം നമ്മെ എല്ലാവരെയും, നിങ്ങളെ എല്ലാവരെയും, നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടിയും ഓർക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കണമെന്ന് അർപ്പിച്ചുകൊണ്ട് വിനിയൂർ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം സഹായിച്ചതോർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടുത്ത തലമുറയിൽ ഇങ്ങനെയുള്ള ദൈവദാസന്മാർ എഴുന്നേൽക്കണം. ഇന്ന് ഇതുപോലെ ആത്മഭാരമുള്ള ദൈവദാസന്മാർ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറയുക മാത്രമല്ല, അത് പ്രായോഗിക ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നത് കാണുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തനിക്ക് ഇത്ര ഓർമ്മയോടെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ ഈ പ്രായത്തിലും ദൈവം കൊടുത്ത നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഈ പേരുകളൊക്കെ ഞാൻ പലപ്പോഴും എഴുതിയെടുത്ത് പറയാൻ ശ്രമിച്ചിട്ടും മറന്നു പോകാറുണ്ട്. കാരണം നമ്മൾ ദൈവവചനം പറയുമ്പോഴൊക്കെ ആ കർത്താവിന്റെ ദാസൻ എല്ലാ ഓർമ്മയോടെ ദൈവം സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആ കർത്താവിന്റെ ദാസനെ അധികമായി സ്തോത്രം ഉയർത്തട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദീർഘായുസ് കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ സ്തോത്രം, നമ്മളും വചനത്തിന്റെ ശുശ്രൂഷക്കാരായി കർത്താവിന്റെ വേല ചെയ്യുവാൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ശുശ്രൂഷക്കാരായി ഇന്ന് രാത്രി ഈ വചനം കേട്ട ദൈവമക്കളെ, നമുക്കൊരു പുതിയ സമർപ്പണത്തോടെ, ഹല്ലേലൂയ, നമ്മളൊക്കെ എപ്പോഴും സേഫ് സോണിലും ഹല്ലേലൂയ കംഫർട്ട് സോണിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരാ. എന്നാൽ വചനത്തിന്റെ ശുശ്രൂഷക്കാരായി ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒരു പുതിയ തീരുമാനത്തോടെ എടുപ്പാൻ ഈ ചാപ്പൽ സർവീസ് കൊണ്ട് ഇന്ന് രാത്രി അത് സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഒരു സമർപ്പണത്തോടെ ദൈവങ്ങൾ കേൾപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനാഥ നിന്നിമ്പസ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനാഥ നിന്നിമ്പസ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ. പോയിടാ വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാ മന്മോഹത്തെക്കാൾ വേറും ആത്മാവിനെ. പോയിടാ വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാ വൻ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ. ആർപ്പിന്നാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. ആർപ്പിന്നാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. അതുകൊണ്ട് ഇത് രാത്രി പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം വൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ എന്ന് കേൾപ്പിച്ച സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനെ ദൈവം ദീർഘായുസ് കൊണ്ട് ഹല്ലേലൂയ നിറച്ച്
അനേകർക്ക് അനുഗ്രഹമായി നിലനിർത്തേണ്ടതിന് സ്തോത്രം. തന്നിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തൻ്റെ ടീമിനെ എല്ലാം ദൈവം മാനിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്തോത്രം ചെയ്ത് ദൈവദാസനെയും ഹല്ലേലൂയ നമ്മളെ കേൾപ്പിച്ച ശുശ്രൂഷകളെ ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പാസ്റ്റർ ജോയ്ക്കുട്ടി പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ ജോയ്ക്കുട്ടി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയുടെ യാമത്തിൽ ചാപ്പൽ സർവീസിന് വേണ്ടി ഒരുമിച്ച് പലയിടങ്ങളിലായി ഈ സൂപ്പൻ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ പാദപീഠത്തിലേക്ക് ചേർന്ന് വരാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിലപ്പെട്ട ഭൃത്യങ്ങൾ കൂടെ കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാല ഭക്തന്മാര് ഞങ്ങളുടെ നാമത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഴമായി അനുഭവിച്ച കഷ്ടപ്പാടുകളും പങ്കപ്പാടുകളും ഒക്കെ ഇന്ന് രാത്രികാലം ഞങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളെയും ആത്മഭാരമുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം പിന്നെ ഞങ്ങളെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അതിനായി ഒരു പുത്തന സമർപ്പണത്തോടെ എല്ലാവരുമായിരിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. വിലപ്പെട്ട ദാസന് ആരോഗ്യം കൊടുത്ത് ആയുസിനെ നീട്ടിക്കൊടുത്ത് പിന്നെയും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അവിടുന്ന് നിലകൊള്ളുവാൻ ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കണമേ കർത്താവെ, അനേകർക്ക് പ്രയോജനപ്പെടുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് പിന്നെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്തിനായി നിർത്തേണ്ടതിനായി വീണ്ടും ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അഗാപ്പെ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ചുമലെടുക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മേൽ വിവിധ നിലയിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ. വലിയ അനുഗ്രഹം വലിയ പ്രയോജനമാക്കി തീർക്കണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി എല്ലാവരെയും ഉപയോഗിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങൾ കൂടി മഹത്വം എടുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ജോയ്ക്കുട്ടി. ഇത്രത്തോളം നമ്മളെ ദൈവം സഹായിച്ചു, അനുഗ്രഹിച്ചു. 1-2 പ്രോഗ്രാം ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. എന്നോട് പാട്ട് പാടുവാനായി പ്രിയ സിസ്റ്റർ ബീന ജോസ് പാലക്കാട്ട് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരി ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. ആ പാട്ട് പെട്ടെന്ന് പ്രിയ സിസ്റ്റർ ബീന ജോസ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ദേവദാസൻ ലാലു പാസ്റ്റർ, അതുപോലെ ഷാജി ദാനിയൽ പാസ്റ്റർ, മറ്റെല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം. ഈ മരുയാത്രയിൽ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോൾ കൂടെ വരും സഖിയാ. ഉള്ളം കാലം ഉള്ളം കാലം ഉള്ളം കരങ്ങളിനാൽ മെല്ലെ തഴുകിടുന്നു. ഉള്ളം കരങ്ങളിനാൽ മെല്ലെ തഴുകിടുന്നു. ഈ മരുയാത്രയിൽ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോൾ കൂടെ വരും സഖിയായി. യാത്ര ഇനി എത്രയോ കാലുകളിടറിടുന്നു. താമസമോ പ്രിയനേ, കാഹളം കേട്ടിടുവാൻ. രാത്രി എന്തിനു കരയുന്ന
എന്തിനു കരയുന്നെന്ന് ചോദിപ്പാൻ യേശു മാത്രം. ഈ മരുയാത്രയിൽ നിന്നെ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോൾ കൂടെ വരും സഖിയാ. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായിട്ട് പാടുവാൻ ഇടയായി തീർന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താന് നെറ്റിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, എങ്കിലും ദൈവം സഹായിക്കട്ടെ. പാലക്കാട്ട് ഒരു ദൈവദാസന്റെ ഹല്ലേലൂയ വൈഫാണ്. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് പറയാം. എന്തെങ്കിലും അനുഭവങ്ങൾ ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ നിർത്തുന്നതാണ്. നമ്മുടെ സമയം അതിക്രമിച്ചു പോയി. എങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകന്മാരെ ഉണർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനമൊക്കെ കേട്ടപ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് അതിനുള്ള പെട്ടെന്ന് എന്തെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി തീരുമാനമോ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പൊതുസമേതം അത് പറയാം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയമുള്ളത് പറയാം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ പുതിയ അനുഭവങ്ങളോ ഇന്ന് കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ എന്തെങ്കിലും സമർപ്പണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ഒരുപക്ഷെ ഇത് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും മടി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നല്ല ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. നമ്മളെ കേൾപ്പിച്ച വചനം, നമുക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷകരുണ്ട്. നമ്മളെയൊക്കെ ഗൾഫില് അല്ലെ അമേരിക്കയില് മറ്റ് ഇന്ത്യയിലൊക്കെ പല സ്ഥലത്താക്കി വെച്ചിരിക്കുന്നെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നമ്മളെ എല്ലാം വചനത്തിന്റെ ശുശ്രൂഷകരായിട്ടാണ് ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനം, നമ്മൾ പഠിക്കുന്ന ഈ പഠനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് അത് വ്യാപാരം ചെയ്യുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവകരങ്ങളെ കേൾപ്പിക്കാം. പ്രത്യേകാൽ ഈ കർത്താവിന്റെ ദാസൻ ഇന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ വചനത്തിന്റെ ശുശ്രൂഷകരായി കർത്താവേ എന്നെ അയക്കണമേ, എന്നെ ആക്കി തീർക്കണമേ, ഹല്ലേലൂയ എന്നുള്ളൊരു സമർപ്പണത്തോടെ ഇന്ന് രാത്രിയായിരിക്കാം. അതോടൊപ്പം തന്നെ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഗാന ശുശ്രൂഷ ചെയ്ത ആ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചന ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ഹല്ലേലൂയ സൗഖ്യമില്ലാതിരിക്കുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെ സൗഖ്യമാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകാൽ ഈ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇതിന്റെ ഹല്ലേലൂയ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി അവരെല്ലാവരും ഒരു വചനത്തിന്റെ ശുശ്രൂഷകരായി ഈ ഡിവൈസിലൂടെ, ഈ ഓരോ ഡിവൈസിൽ മുമ്പിരിക്കുന്ന പല ജീവിതങ്ങളുണ്ട്. അവരെ എല്ലാം ദൈവം അങ്ങനെ ആക്കി തീർക്കേണ്ടതിനായി നമ്മുടെ ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവാകാതെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. വിവിധ മാധ്യമങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ അഗാപ്പയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് ആരംഭിക്കുന്ന, നാളെ രാവിലെ ആരംഭിക്കുന്ന പ്രൈസ് ദി ലോർഡ് തായ്ലാൻഡിലെ പ്രവർത്തനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ചെറിയ ആരംഭത്തെ ദൈവം മാനിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവസഭകൾ സ്ഥാപിക്കുവാനൊക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ പ്രവർത്തനങ്ങളെ, ശുശ്രൂഷകന്മാരെ എല്ലാം ഓർത്ത് സ്തോത്രം ദൈവം സഹായിക്കേണ്ടതിനായി ദൈവം ഒരു വലിയ പ്രവർത്തനമായി ഈ അലലിയ വിതയ്ക്കുന്ന വിത്തുകളൊക്കെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാൽ അത് തിരികെ കിട്ടുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ അധ്വാനിക്കുന്നത്, വിതയ്ക്കുന്നതൊക്കെ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഡാളസിലുള്ള ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യാം. അതിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ്
പ്രൈസ് അലോട്ട്, പ്രൈസ് അലോട്ട്. ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മിഷൻ ബോർഡിനായിട്ട് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി ദൈവദാസന്മാർ ഇതിന് ഹല്ലേലൂയ ഹല്ലേലൂയ സാമ്പത്തികമായി സഹായം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവം സഹായിക്കേണ്ടതിന്, അവർ ചെലവാക്കുന്നതിനെല്ലാം അമർത്തി കുലുക്കി കർത്താവ് പകരം കൊടുക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് അലോട്ട്. നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ ദൈവദാസന്മാരെയും വളരെ അധ്വാനം ചെയ്ത് അവർ വളരെ കഠിനാധ്വാനം ചെയ്ത് ദൈവവചനം പഠിപ്പിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇതിന്റെ പുറകിൽ ടെക്നിക്കലായിട്ട് സ്തോത്രം പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. ബ്രോഷർ ഉണ്ടാക്കുന്നവരുണ്ട്, സൂം ഓപ്പൺ ചെയ്യുന്നവരുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. എല്ലാ പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനങ്ങൾ, അതിന്റെ ഒരു ചെറുവിരൽ അരക്കുന്ന പോലെ കർത്താവിന്റെ ദാസൻ ഇന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ചെറുവിരൽ പോലും അലക്കുന്നവരെ എല്ലാ ദൈവം സഹായിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മളോടൊപ്പം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഇതിലേക്ക് പലരെയും ചേർക്കുന്നവരുണ്ട്, അവരെയൊക്കെ ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പല പ്രിയപ്പെട്ടവരും സൗഖ്യമില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ ഇടയായി തീർന്നു. പ്രിയ മദ്രാസിൽ നിന്ന് പ്രിയ ജെസ്സിയുടെ ഹല്ലേലൂയ ഹസ്ബൻഡ് സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം പഠിക്കുന്ന പ്രിയ സിസ്റ്റർ അക്സ ഡാനിഷിന്റെ മക്കൾക്ക് സൗഖ്യമില്ല എന്ന് പറഞ്ഞു. ആ കുഞ്ഞുങ്ങളെ ദൈവം സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം അനേക നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുന്ന പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ വൈഫുകൾ, ഭാര്യമാരുണ്ട്. ദൈവം അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യുപിയിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്ന്, ഡൽഹിയിൽ നിന്നൊക്കെ നമ്മളോടൊപ്പം, ഗുജറാത്തിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്നവരുണ്ട്. ദൈവം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും, ഒരുപക്ഷെ ഞാൻ മറന്നുപോയ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിലും കർത്താവ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ പ്രവർത്തനത്തെ ഒത്തിരി വലുതാക്കി അനേക പ്രിയപ്പെട്ടവർക്ക് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം പഠിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസന്റെ ഒക്കെ വചനം കേട്ടതുപോലെ അനേകരെ വചനത്തിന്റെ ശുശ്രൂഷകരായി മാറ്റിയെടുപ്പാൻ ഈ ഒരു പ്രവൃത്തി കൊണ്ട്, ഈ ഒരു പഠനം കൊണ്ട് സാധ്യമാക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥതയോടെ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന, ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന, ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അവസാനമായി പ്രിയ സിസ്റ്റർ മേഴ്സി ഫിലിപ്പ് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, നല്ല പകലിനായി ഞങ്ങൾ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് എന്ന പകൽക്കാലം ചാപ്പൽ സർവീസായി കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ അങ്ങയുടെ ഉദയക്കായി വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കില്ല. കർത്താവെ, ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം കർത്താവെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, വചനം പറഞ്ഞ ദേവദാസനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, തന്റെ ജീവിതാനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രചോദനമാകുവാന് കർത്താവെ, ഞങ്ങളുടെ സമയങ്ങൾ നഷ്ടമായി പോകാതെ ഞങ്ങൾ കർത്താവിൻ്റെ വേലിൽ വർദ്ധിച്ചു വരുന്നവരായി ഞങ്ങൾ ആലാവോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാന്, ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ കർത്താവിൻ്റെ നാമം ഉയർത്തേണ്ടതിന്, ഞങ്ങൾ കർത്താവെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരാകേണ്ടതിന് ദൈവമായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ഈ വചനം കേട്ട് എല്ലാവരുടെയും ഹൃദയത്തിലെ അതൊരു വലിയ തീയായി കത്തി പടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും കർത്താവിന്റെ സാക്ഷികളായി ഓരോ ഇടങ്ങളിൽ കടന്നു പോകുവാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ. കർത്താവെ, പ്രിയ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ, ഈ ഇത്രയും പ്രായത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഓർമ്മശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാന്, അനേകരെ കർത്താവിന് വേണ്ടി ഉദ്ധരിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ, അങ്ങയുടെ മകനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. പിന്നെയും ദീർഘായുസ്സും ആരോഗ്യം നൽകി പരിപാലിക്കണമേ. അനേകമായ ഇടങ്ങളിൽ പിന്നെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ സഹായിക്കണമേ. കർത്താവെ, ബൈബിൾ കോളേജിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ലാൽ സാറിനായി പ്രാർത്ഥിക്കുന്നു, ഷൈൽ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. വചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവെ വർഷിപ്പ് ചെയ്ത കുടുംബത്തിനായി സ്തോത്രം. പാട്ടുപാടി സഹോദരിക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതിലെല്ലാം ഒരു ചെറുവിരലെങ്കിലും അനക്കി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് മറക്കാനാകാത്തൊരു അനുഭവമാക്കി സ്വർഗം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനുഗ്രഹീതമായ ചാപ്പൽ സർവീസ് കർത്താവ് നമുക്ക് തന്നു.
അത് ലീഡ് ചെയ്ത പ്രിസൈഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലുവിനെ അതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ശക്തിയോടെ വന്ന് സംസാരിച്ച ദൈവദാസൻ പാസ്റ്റർ പി ജി മാത്യു സാറിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മളോട് സംസാരിച്ചു. അതോർത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിന്റെ ദാസനെ വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഇനിയും കർത്താവിന്റെ ദാസനെ കർത്താവ് ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പാട്ട് പാടിയ കുടുംബത്തിനായി സ്തോത്രം. സിസ്റ്റർ എലിസബത്ത് ഞാൻ എഴുതിയ പാടിയ പാട്ട് വളരെ മനോഹരമായി പാടി അഭിനന്ദിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ, കുടുംബത്തെ കർത്താവ് ആദരിക്കട്ടെ. അനേക പാട്ടുകൾ പാടുവാൻ ദൈവം വീണ്ടും ബലപ്പെടുത്തട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് വളരെ ഉത്സാഹത്തോടും വളരെ ദൈവകൃപയോടും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. കർത്താവിന്റെ വചനം പഠിച്ച് പ്രശോഭിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ നമുക്ക് കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ഇന്ന് വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും കടന്നു വന്ന അതിലെ ദൈവമക്കളോടും കൂടെയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെയും ഈ ബൈബിൾ കോളേജിനോട് കൂടെയും ഇന്നുപോലെ നീക്കം കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവേ അങ്ങ് വരയണമേ. Have a wonderful night. God be with you. Thank you. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന് പ്രത്യേക നന്ദി. ദൈവം സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തിന് പ്രത്യേക നന്ദി. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഈ കർത്താവിന്റെ ദാസന്റെ ഈ മെസ്സേജ് നമ്മൾ കട്ട് ചെയ്തിടുന്നതായിരിക്കും. അത് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളൊക്കെ ചുമ്മാതെ വല്ലതൊക്കെ ഫോർവേഡ് ചെയ്യാതെ ഇതുപോലുള്ള വചനങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യണം. ഞാൻ ഇത് പ്രത്യേകമായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താങ്ക് യു. നാളത്തെ പ്രോഗ്രാമിന്റെ നമ്മൾ ഇടുന്നതായിരിക്കും. സമയമുള്ളവരൊക്കെ കയറണം, ജോയിൻ ചെയ്യണം, പ്രാർത്ഥിക്കണം, പ്രവർത്തനങ്ങളെ ഓർത്ത് കേട്ടോ. എല്ലാവരും നന്ദി. താങ്ക് യു.